സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനക്കളരി സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനക്കളരി 2026 സംഘടിപ്പിച്ചു. സാരസ്വത് അസോസിയേഷൻ ലൈബ്രറി ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തപ്പെട്ടത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. പല്ലില്ലാത്ത ഒരു പ്രായമായ ആളിന് നല്ല നെടിയരി ചോറ് വെച്ചു കൊടുത്താലും അത് കുഴഞ്ഞോ? അപ്പോൾ നാം ആർക്ക് എന്താണ് കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ആളെ മനസ്സിലാക്കണം. അതിനാണ് പാത്രം ഏത് എന്നറിയണമെന്ന് പറയണം. പാത്രം ഏത് എന്നറിഞ്ഞ് വിളമ്പുമ്പോഴാണ് വിളമ്പുന്ന ആൾക്ക് തൃപ്തി ഉണ്ടാകും, മറ്റാർക്ക് തൃപ്തി ഉണ്ടാകുന്നത്, അത് കഴിക്കുന്ന ആൾക്ക് തൃപ്തി. ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞേ? ഞാൻ എവിടെ തുടങ്ങിയ കമ്പ്യൂട്ടറെ കുറിച്ച് ഇന്ത്യയിലില്ല. കമ്മ്യൂണിക്കേഷൻ, യെസ്, ശ്രദ്ധയുണ്ട്. അതായത് ആശയവിനിമയം. ഇപ്പോഴത്തെ ഈ കാലത്തെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? പൊതുവിൽ നിങ്ങൾ പല കാര്യങ്ങളും. റിട്ടയർഡ് പ്രൊഫസറും സാരസ്വത് അസോസിയേഷൻ ലൈബ്രറി പ്രസിഡന്റുമായ ജി മോഹനറാവു അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ കയറി വന്നപ്പോൾ ഒന്ന് ഇടത്തും വലതും നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കാണുമായിരുന്നു ആ പുസ്തകങ്ങളെ. അതായത് ഇതൊരു ലൈബ്രറിയാണ്. ഒരു ലൈബ്രറിയിൽ സാധാരണ രീതിയിൽ ധാരാളം പുസ്തകങ്ങൾ കാണുന്നത്. അപ്പൊ ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ എല്ലാം വായിക്കണം എന്നല്ല ഈ പറയുന്നത്. ആദ്യം നിങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എന്ന ഒരു ബോധത്തിലെത്തണം. എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? വായനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെറിയ ചെറിയ പുസ്തകങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് ബാലസാഹിത്യം. നിങ്ങളുടെ കയ്യിലൊതുങ്ങുന്നത് ബാലസാഹിത്യമായിരിക്കും. മലയാളത്തിലെ പോലെ ബാലസാഹിത്യം വളർന്നിട്ടുള്ള മറ്റു ഭാഷകൾ കുറവാണ്. നമുക്ക് ധാരാളം ബാലസാഹിത്യ പുസ്തകങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു പുസ്തകം എടുക്കുക, അതൊന്ന് വായിക്കുക. അത് വായിച്ചു കഴിയുമ്പോഴുള്ള ആ സന്തോഷം. ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ, ശ്രീ ഗുജറാത്തി വിദ്യാലയ SSSലെ അധ്യാപകരായ ആശ ആർ, മിനി വി, പ്രശാന്ത് വി, MA മലയാളം വിഭാഗത്തിലെ വിദ്യാർത്ഥി അഞ്ജലി ആർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രാകേഷ് പി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.